ഞാൻ റെഡി. ആ മോനെ, ഇത് മറക്കാതെ ബാഗിൽ വെക്കണേ. ഉച്ചയ്ക്ക് മുഴുവൻ കഴിക്കണേ. ബാഗ് എവിടെ? ബാഗ് റൂമിലുണ്ട്. ബാഗ് റൂമിലുണ്ട്. എന്നാ പിന്നെ അത് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചൂടെ? ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടില്ലെന്ന്. എന്നാ തലയാട്ടുന്ന കൂടുതൽ നിനക്കൊന്ന് മൂളിക്കൂടെ? ഞാൻ മൂളുന്നുണ്ട്, അച്ഛാത് കേൾക്കാത്തോണ്ടാ. മക്കളെ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡോറിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുതേ. എന്ത് പറഞ്ഞാലും തലയാട്ടുന്ന എന്താ? പിന്നെ തലകുത്തി നിക്കണം. ബാത്റൂമിൽ പോയോ? ശരിക്കും ഒന്നുകൂടെ പോണ? വേണ്ട. ഉറങ്ങിക്കഴിയുമ്പോ അച്ഛന്റെ മോന്തയ്ക്ക് തന്നെ ഷൊർന്നൊഴിക്കണേ. അമ്മയെ പറ്റി ഇതുവരെ അവൻ എന്നോട് ചോദിച്ചിട്ടില്ല. ചിലപ്പോ എന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാവും. വളരെ ടാലന്റഡ് ആയ ഗ്രാസ്പിംഗ് പവറുള്ള ഒരു ഡാൻസറെ കിട്ടിയാൽ ഇനി ഉള്ള സമയം കൊണ്ട് റിഹേഴ്സൽ നടത്തി ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്നെ മോനെ ഓർത്ത് വിഷമിക്കണ്ട. കുറച്ചു ദിവസത്തെ കാര്യല്ലേ. പ്രോഗ്രാം ഗംഭീരാവണം. മായാവർമ്മ മാത്രമല്ല, കൂടെ നൃത്തം ചെയ്യുന്നവരും കാണാൻ വരുന്നവരും തന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ സാധാരണ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന രോഗം ഒരുതരം കോംപ്ലക്സ്. മനസ്സിന്റെ വേദനയെ കോംപ്ലക്സ് എന്നാണ് പറയുന്നതെങ്കിൽ ആ രോഗം എനിക്കുണ്ട്. ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണല്ലേ. അച്ഛൻ പറഞ്ഞതാണ് ശരി. ആളുകൾ എന്നെ അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും ഗോവേട്ടൻ സഹിക്കുന്നില്ല. എന്റെ മനസ്സിന് അത്രേ വലിപ്പമുള്ളൂ. ഞങ്ങള് കാരണം നേടാവുന്നതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അമ്മയെ പറ്റി നേരത്തെ പറയാത്തതിൽ മോന് വിഷമമുണ്ടോ? ഇല്ല. അച്ഛൻ മോനോട് തെറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അമ്മ ഇപ്പൊ വലിയ ആളായിട്ടുണ്ടാവും. മോനെ കണ്ട തിരിച്ചറിയില്ല. സാരമില്ല, എനിക്ക് എന്നും എന്റെ അച്ഛനുണ്ടല്ലോ. അച്ഛൻ മതി, അച്ഛൻ മാത്രം മതി.